ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു മസാല ബ്രെഡ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഉള്ളി സവാള വേണം, അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, പിന്നെ മല്ലിയില, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ സവാള ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കുണ്ടെങ്കിൽ നീളത്തിൽ അരിയാം. അപ്പോൾ ഒരു പാൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കും. ഇവിടെ ഞാൻ ചതച്ചതെടുക്കുന്നില്ല, കുഞ്ഞു കുഞ്ഞായിട്ടൊരു ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക. ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിനെ ഒന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നമുക്ക് ഞാൻ ഒരു കവർ ബ്രെഡ് ഫുള്ളാണ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടാണ് വഴറ്റി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനെയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഈ ഉള്ളിൻ്റെ കൂടെ. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഇത്തുകൂടി ഒന്ന് വഴണ്ട് വരും. നല്ല രീതിയിൽ വഴണ്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില വേണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം, ഇതിനിടയിൽ ഇട്ടാലും കുഴപ്പമില്ല. മൂത്ത് വരുന്ന ഒത്തിരി ഇഷ്ടമില്ലെങ്കിൽ പിന്നീട് ഇടുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിന് വേണ്ട മസാലക്കൂട്ടെന്ന് പറയുന്നത് മല്ലിപ്പൊടി വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഇത്രയാണ് ഇടുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിൻ്റെ പച്ച വാസന ഒന്ന് പോകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് ഞാൻ ആദ്യത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിൻ്റെ പാകം കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ബ്രെഡ് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് വേണം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പച്ച വാസന മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഞാൻ ബ്രെഡ് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞായിട്ട് പിച്ചി ഒന്ന് പൊടിച്ച് ഇതുപോലെ ഒന്ന് എടുക്കാം. ഒരു കവർ ബ്രെഡും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രെഡ് നമുക്ക് കുറച്ചായിട്ട് ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചായിട്ടിട്ടാണ് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ല രീതിയിൽ ഈ 5 ഉള്ളി എടുത്തിട്ടുള്ളതുകൊണ്ട് നല്ല അരപ്പ് പിടിച്ചിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ഇനി ബ്രെഡ് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് അല്പം കൂടി സ്വാദ് ഏറാനായിട്ട് ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇടുമ്പോൾ അതിൻ്റെ രുചിയൊന്ന് വളരെ അധികമാവും. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ടെടുത്ത് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. ഇത്രയുള്ള നമ്മുടെ മസാല ബ്രെഡ് വളരെ ടേസ്റ്റിയാണ്. ചായയോടൊപ്പം കഴിക്കാനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്, എൻജോയ്.